വത്സല പിതാവ് അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് ഫിദെ മിനിസ്ട്രിയുടെ പ്രാർത്ഥനകളും പ്രണാമവും. ഏറെ സ്നേഹിച്ച് എല്ലാവരെയും ഒരുപോലെ കരുതിയ, വാത്സല്യത്തോടെ എന്നും ചേർത്ത് നിർത്തിയ പിതാവാണ് അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി ഒത്തിരിയേറെ സമയം ദിവ്യകാരുണ്യ സന്നദ്ധിയിലിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി സ്വർഗീയ സമ്മാനത്തിന് അർഹനായിത്തീർന്ന പിതാവിൻ്റെ കാൽപ്പാടുകൾ നമുക്കും പിന്തുടരാം. പിതാവിന് വേണ്ടി നമുക്കും തുടർന്ന് പ്രാർത്ഥിക്കാം. പിതാവിനോട് നമുക്ക് പ്രാർത്ഥന യാചിക്കാം. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പ്രത്യേക ദൈവത്തോട് ചേർന്ന് അനവരതം ദൈവത്തെ സ്തുതിക്കാൻ പിതാവും അവരോടൊപ്പം ഉണ്ടായിരിക്കും, വിശുദ്ധരുടെ ഗണത്തിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ഫിനഹസിന് മഹത്വത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ ഫിനഹസിന് മഹത്വത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചത് 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഒന്ന്, ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നു ഫിനഹസ്. 2, ജനം തിന്മ ചെയ്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനായിരുന്നു ഫിനഹസ്. 3, കർമ്മോന്മുഖമായ നന്മകൾ ചെയ്ത് ജനത്തിന്റെ പാപപരിഹാരത്തിന് ബലികൾ അർപ്പിച്ചവനായിരുന്നു ഫിനഹസ്. മാർ തൂങ്കുഴി പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ 3 ചിന്തകൾ: ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള വ്യക്തിത്വം, വിശ്വാസത്തിൽ നിന്ന് ജനം അകന്നു പോകുമ്പോൾ ദൃഢമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവരെ ചേർത്ത് നിർത്താൻ കഠിനമായി പ്രാർത്ഥിച്ചും പ്രയത്നിച്ച പിതാവ്, ഒപ്പം കർമ്മോന്മുഖമായ നന്മകൾ കൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യന് നന്മയ്ക്കായി മാറ്റിവെച്ച പിതാവ്. തീർച്ചയായിട്ടും പിതാവിൻ്റെ നിര്യാണത്തിൽ ഏറെ ദുഃഖത്തോടെയാണെങ്കിലും സ്വർഗത്തിൽ പിതാവ് ഇപ്പോൾ മഹത്വത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന മഹാസന്തോഷത്തോടെ ഏവർക്കും ഒരിക്കൽ കൂടെ പ്രാർത്ഥനകളും പിതാവിനെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫിദെ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനകളും പ്രണാമങ്ങളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു.